ഗ്രീൻലാൻഡ്, വെനസ്വല, കാനഡ എന്നിവയെ അമേരിക്കയുടെ ഭാഗമായി ചിത്രീകരിക്കുന്ന AI മാപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിന്റെ നല്ലൊരു ഭാഗവും USന്റേതായി ചിത്രീകരിക്കുന്ന മാപ്പ് വൈറ്റ് ഹൌസിൽ വെച്ച് നാറ്റോ നേതാക്കൾക്ക് കാണിച്ചു നൽകുന്ന AI ചിത്രമാണ് ട്രംപ് ആദ്യം പോസ്റ്റ് ചെയ്തത്. പിന്നാലെ ഗ്രീൻലാൻഡിൽ ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കുമൊപ്പം US പതാക സ്ഥാപിക്കുന്ന AI ചിത്രവും ട്രംപ് പോസ്റ്റ് ചെയ്തു. ഗ്രീൻലാൻഡ് US ടെറിട്ടറി സ്ഥാപിതമായത് 2026 എന്നെഴുതിയ ബോർഡും ഈ ചിത്രത്തിലുണ്ട്. കാനഡയെ USന്റെ 51ാം സംസ്ഥാനമാക്കുമെന്ന് ട്രംപ് മുമ്പ് ഭീഷണി മുഴക്കിയിരുന്നു. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ വ്യോമാക്രമണം നടത്തി പിടികൂടി തടങ്കിലാക്കിയതോടെ വെനസ്വലയെ തന്റെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് ട്രംപ്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ അധികാരമുള്ള ദ്വീപായ ഗ്രീൻലൻഡിനെ ദേശീയ സുരക്ഷ മുൻനിർത്തി USന് വേണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. പണം നൽകിയോ വേണ്ടിവന്നാൽ സൈന്യത്തെ ഉപയോഗിച്ചോ അത് നേടുമെന്നും ആവർത്തിക്കുന്നു. US ടെറിട്ടറി എന്നത് അമേരിക്കയുടെ ഭരണ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. പക്ഷേ അത് USലെ ഒരു സംസ്ഥാനമല്ല. ടെറിട്ടറികൾ USന്റെ ഭാഗമാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള സമ്പൂർണ്ണ അവകാശങ്ങൾ ഇവർക്കില്ല. നേരത്തെ ഗ്രീൻലൻഡ് വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ വലിയ എതിർപ്പ് കാണിക്കില്ല എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഫ്ലോറിഡയിൽ സംസാരിക്കവേ റഷ്യൻ, ചൈനീസ് സ്വാധീനത്തെ ചെറുക്കാൻ ഗ്രീൻലൻഡിന് ഒരു ദേശീയ സുരക്ഷ ആവശ്യമാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഡെൻമാർക്ക് പ്രതിരോധ ശേഷിയില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. നൊബേൽ സമ്മാനം ലഭിക്കാത്തതുമായി ബന്ധപ്പെടുത്തി നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗർ സ്റ്റോറിക്ക് ട്രംപ് കത്തയക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ഗ്രീൻലാൻഡിനെ കുറിച്ച് നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെയുമായി ടെലിഫോൺ സംഭാഷണം നടത്തിയതായും ട്രംപ് പറഞ്ഞു. അതേസമയം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അയച്ച സ്വകാര്യ സന്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു. നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിനെതിരെ ഫ്രാൻസും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പരസ്യമായി നിലകൊള്ളുമ്പോഴും അണിയറയിൽ മൃദു നിലപാടാണെന്ന് തോന്നിക്കുന്ന സന്ദേശം യൂറോപ്യൻ യൂണിയന് നയതന്ത്ര തലത്തിൽ ക്ഷീണമായി മാറി. സിറിയയുടെ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായും ഒരേ നിലപാടാണ്. ഇറാന്റെ കാര്യത്തിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ട്രംപിനെഴുതിയ മാക്രോൺ കുറിച്ചത് ഇങ്ങനെ: ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് മഹത്തായ കാര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാം. ട്രംപിന് അയച്ച സന്ദേശത്തെ ഗ്രീൻലാൻഡിനെ കുറിച്ച് മാക്രോൺ നടത്തിയ ഏക പരാമർശം ഇതായിരുന്നു. ഈ സന്ദേശം എപ്പോഴാണ് ലഭിച്ചതെന്ന് ട്രംപിന്റെ പോസ്റ്റിൽ നിന്നും വ്യക്തമല്ല. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അയച്ച പ്രശംസാപൂർണമായ സന്ദേശവും ട്രംപ് പുറത്തുവിട്ടു. അതേസമയം ഇത് പുതിയ സാമ്രാജ്യത്വത്തിനോ പുതിയ കോളനിയലിസത്തിനോ ഉള്ള സമയമല്ല. നമ്മുടെ പൗരന്മാർക്കായി ആഗോളതലത്തിലുള്ള വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് പരസ്പരം സഹകരിക്കേണ്ട സമയമാണിതെന്ന് ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ മാക്രോൺ പറഞ്ഞു. ഗ്രീൻലൻഡിന്റെ നിയന്ത്രണം ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കാനുള്ള സാധ്യതയും ട്രംപ് തള്ളിക്കളഞ്ഞില്ല. രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തിയും വിട്ടു നൽകിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങളില്ലെന്ന് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫെഡറിക്സൺ പറഞ്ഞു. US ബലപ്രയോഗത്തിലൂടെ ദ്വീപ് പിടിച്ചെടുക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്നായിരുന്നു ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസന്റെ പ്രതികരണം. അതേസമയം US നീക്കത്തിനെതിരെ ഇറക്കുമതി തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.